അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവൽ വിളയിച്ച് റെഡിയാക്കി എടുക്കാം. ഒരു 400 ഗ്രാം അവലിൻ്റെ അളവാണ് നമ്മളിവിടെ പറയുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1 തൊട്ട് 1.5 ടേബിൾ സ്പൂൺ വരെയുള്ള നെയ്യുടെ ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടുകടലയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിലരൊക്കെ ഇതിനകത്ത് ഉഴുന്നുപരിപ്പ് ചേർക്കാറുണ്ട്. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ തൽക്കാലം പൊട്ടിച്ച കാഷ്യൂനട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് മുന്തിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ചെറിയ പിടി മുന്തിരി, ഒരളവ് പറയാനാണെങ്കിൽ ഒരു 25 ഗ്രാമൊക്കെ ഉണ്ടാവും. ആ മുന്തിരി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് വീർത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കറുത്ത എള്ള് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നീട് നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ എള്ള് നമ്മുടെ നെയ്യിലോട്ട് മിക്സ് ചെയ്ത് നന്നായി മൂത്തൊരു നല്ലൊരു ഫ്ലേവർ സ്മെല്ലും വരും. ഇത് റെഡിയായി മൂത്ത് കഴിയുമ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. നെയ്യോട് കൂടി തന്നെ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ അവൽ വിളയിക്കാനായിട്ടൊരു അടികട്ടിയുള്ള പാത്രം എടുക്കുക. അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 400 ഗ്രാം അവലിന് 300 ഗ്രാം അളവിലുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം 300 ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ മധുരം നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 50 ഗ്രാം അളവ് കുറയ്ക്കാവുന്ന 250 ഗ്രാം ചേർത്താലും മതിയാവും. അപ്പോൾ അത് മധുരത്തിനനുസരിച്ച് നിങ്ങളത് മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ശർക്കരയുടെ ടേസ്റ്റ് കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഷുഗർ ചേർക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ഇതിനിടയ്ക്ക് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. അല്ലെങ്കിൽ നമ്മളിത് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പഞ്ചസാര ചേർക്കുന്നതിന് കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാരങ്ങ നീര് ചേർക്കുന്ന കാര്യം മറക്കരുത്. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഏലക്കാട പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഒരു നുള്ളു ഉപ്പോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് റെഡിയായിട്ട് നല്ല കട്ടയെല്ലാം ഉടഞ്ഞെല്ലാം റെഡിയായി ഉരുകി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഒരു വലിയ തേങ്ങ നമുക്ക് ചിരകിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം തേങ്ങയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഉള്ളത് വളരെ ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് ഇളക്കി ഇതിനകത്ത് ഈ ശർക്കരപ്പാനിയും നമ്മുടെ തേങ്ങയൊക്കെ മിക്സായിട്ട് ഈ തേങ്ങയിൽ ആ വെള്ളം ജലാംശം എല്ലാം കൂടെ വറ്റി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരണം. അങ്ങനെ ബ്ലെൻഡായിട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചധികം ദിവസം കേടാവാതെ ഇതിരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് ചോട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നന്നായി ഇളക്കി മിക്സായി എല്ലാം റെഡിയായി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് കുറച്ച് നേരത്തേക്ക് തീ ഓഫ് ചെയ്ത് വെക്കണം. തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് അവൽ ചേർക്കാനായിട്ട്. അപ്പോൾ എള്ളിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം 400 ഗ്രാം അളവിന് നമ്മൾ 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് ഇതിലേക്ക് മൊത്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന നെയ്യോട് കൂടിയിട്ടുള്ള നമ്മുടെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തീ തൽക്കാലം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആറിയതിന് ശേഷം മാത്രം നമ്മൾ അവൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ മിക്സ് എല്ലാം അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ 400 ഗ്രാം അവൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടിനി മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ചൂടുള്ള വെള്ളം കുറച്ചൊന്നെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. എനിക്കിപ്പം ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കട്ടയെല്ലാം പോയി നല്ലൊരു 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ല പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ മധുരവും കാര്യങ്ങളും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടേക്കാം. അത്യാവശ്യം നല്ല ദിവസങ്ങൾ ഇത് കേടാവാതെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നു 1 മാസത്തോളമൊക്കെ കേടാവാതിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു അവൽ വിളയിച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു അവൽ വിളയിച്ചിൻ്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടപ്പെടും. നമുക്ക് രാവിലെ കാപ്പിക്കോ വൈകിട്ടത്തെ 4 മണിക്ക് ചായക്കോ ഒക്കെ ഒരു ഇതായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, ഒരു കടിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ
എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.